2014-2022 വർഷക്കാലയളവിൽ 22 കോടി ആപ്ലിക്കേഷനുകളാണ് വിവിധ മേഖലകളിലായി തൊഴിലവസരങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിലേക്ക് എത്തിയത്. അവയിൽ 7.22 ലക്ഷം പേർക്ക് മാത്രമാണ് ജോലി ലഭിച്ചത്, അതായത് 1% താഴെ. മിനിസ്റ്റർ വി ശിവൻകുട്ടി കഴിഞ്ഞ ജൂലൈയിൽ അസംബ്ലിക്ക് മുമ്പാകെ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം 37.7 ലക്ഷം യുവാക്കൾ സംസ്ഥാനത്തിന്റെ വിവിധ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലായി പേര് രജിസ്റ്റർ ചെയ്ത് ജോലിക്കായി കാത്തിരിക്കുകയാണ്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ ജമ്മു കാശ്മീരിന് തൊട്ടു പിന്നിലായ 2ാം സ്ഥാനത്താണ് നിലവിൽ കേരളം. കോവിഡ് രംഗപ്രവേശം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ അവിടെയും നമ്മുടെ കൊച്ചു കേരളമായിരുന്നു മുന്നിൽ. അതായത് സാക്ഷരതയുടെ കാര്യത്തിൽ 1ാം സ്ഥാനം, തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ 2ാം സ്ഥാനം. എന്താ അല്ലേ? കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർക്ക് നെഗറ്റീവാണോ എളിയ എന്നല്ലേ? കഥയല്ലേ എളിയ? ഇത്തരമൊരു പരിതസ്ഥിതിയിൽ പുതിയ സംരംഭങ്ങൾക്ക് രൂപം കൊടുക്കുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ഒരു വലിയ സാമ്രാജ്യത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി ഒരു ചെറുകിട കച്ചവട സംരംഭമായിരിക്കും. രാവിലെ ചായക്കൊപ്പം വന്ന് വീഴുന്ന പത്രം മുതൽ രാത്രി ഉറക്കം നഷ്ടമാകുമ്പോൾ കൂട്ടിന് പോരുന്ന സ്പോട്ടിഫൈയുടെ പാട്ടുപെട്ടി വരെ കച്ചവടത്തിൻ്റെ അനന്തമായ സാധ്യതകളാണ് നമ്മൾക്ക് മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നത്. എന്നിട്ടും നമ്മുടെ പരിതസ്ഥിതികളിൽ മലയാളികൾക്കിടയിൽ എവിടെയോ ബിസിനസ് ഒരു അനാവശ്യ റിസ്ക് മാത്രമായി ഒതുങ്ങിക്കൂടുന്നു. പലപ്പോഴും എങ്ങനെ ഒരു വ്യവസായ സംരംഭം ആരംഭിക്കാം, അതെങ്ങനെ പടിപടിയായി വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഹൗ ടു സ്റ്റാർട്ട് ആൻ എൻ്റർപ്രൈസ്, എങ്ങനെ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കാം എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അളിയൻസ്, ഹായ്, ദിസ് ഇസ് ടികെ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐഡിയ ആൻഡ് പ്ലാനിങ്. ഒരു ബിസിനസ് ആരംഭിക്കുവാൻ ആദ്യം വേണ്ടത് ഒരു ആശയമാണ്. ലോകത്തില്ലാത്ത ആശയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും അനാവശ്യ റിസ്ക്കാണ്. ജനങ്ങൾ അതറിഞ്ഞ് അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി അവിടേക്ക് കടന്നു വരാൻ കാലതാമസം തീർച്ചയായും എടുക്കും. ഈ ആശയം നമ്മുടെ പാഷനോടും അഭിരുചികളോടും നമ്മുടെ കൊച്ചു കൊച്ചു ഗിൽറ്റി പ്ലഷേഴ്സിനോടുമൊക്കെ ചേർന്ന് നിൽക്കുന്നതായാൽ അത്രയും നല്ലത്. പാഷൻ. ഒരു ബിസിനസ്സും തുടക്കകാലത്ത് തന്നെ ക്ലച്ച് പിടിച്ച് വരത്തില്ല. ജനങ്ങൾ അതറിഞ്ഞ് അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി അവിടേക്ക് കടന്നു വരാൻ കാലതാമസം തീർച്ചയായും എടുക്കും. ബിസിനസ് ഒന്ന് അനങ്ങി വരാനെടുക്കുന്ന ഈ കാലയളവിൽ ഒരു സംരംഭകന് താങ്ങായി നിൽക്കുന്നത് ചെയ്യുന്ന ജോലിയിലെ പാഷനാണ്. അവൻ ആസ്വദിക്കുന്ന നല്ല രസമുള്ള മേഖലയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തുടക്കകാലത്തെ ഈ മന്ദത പതിയെ മറികടക്കുവാൻ സാധിക്കും. ഒരു ബിസിനസ് ഐഡിയ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് വിശദമായ പഠനങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, പടക്കങ്ങൾ നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് കൈവയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഒരു പടക്കക്കട. അത്തരമൊരു ബിസിനസ് സംരംഭം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പടക്കക്കടകൾ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു പഠനം നടത്തുകയാണ് വേണ്ടത്. അവരുടെ ബിസിനസ് ചാർട്ടുകൾ, സ്റ്റോക്ക് എടുക്കുന്ന ഇടവേളകൾ എന്നിവയെല്ലാം കൃത്യമായി മനസ്സിലാക്കുക. അടുത്തതായി ഒരു ബിസിനസ് പ്ലാൻ രൂപീകരണമാണ് വേണ്ടത്. അതിനൊപ്പം ഒരു ബഡ്ജറ്റ് ചാർട്ടും തയ്യാറാക്കണം. ഓഫീസ് സ്പേസിന് ആവശ്യമായ വാടക, വാങ്ങേണ്ട ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കൾ, വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കണം. ഇവിടെയാണ് ആ ട്രിക്കി പാർട്ട്, ഡിറ്റർമൈനിങ് ദ ബഡ്ജറ്റ്. അതങ്ങ് ചുരുക്കി കളയാനും പാടില്ല, വലിച്ചങ്ങ് നീട്ടാനും പാടില്ല. തീർച്ചയായും കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിലോ സേവനത്തിലോ ഉള്ള പുതുമയും ക്വാളിറ്റിയും കണ്ടിട്ടായിരിക്കും. ഇവ രണ്ടും ഉറപ്പാക്കുന്നതിനായി നിശ്ചിതമായിട്ടുള്ള ബഡ്ജറ്റ് വിഹിതം നീക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ പരിധികൾക്കുള്ളിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അതങ്ങ് അധികമാകാനും പാടില്ല, അധികം കുറഞ്ഞു പോകാനും പാടില്ല. ഏറ്റവും മികച്ച തീരുമാനം സ്വന്തം കീശയിൽ നിന്ന് തന്നെ ഒരു വിഹിതം ബിസിനസ് നടത്തിപ്പിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. ഇനി അത് സാധ്യമല്ലെങ്കിൽ സ്വന്തം അപ്പനപ്പന്മാരുടെ കീശയിൽ നിന്നായാലും സേഫാണ്. അതിനും അപ്പുറം പുറത്തൊരു സ്രോതസ്സിനെ ആശ്രയിക്കുന്നിടത്തോളം നിങ്ങളുടെ ബിസിനസ് അവരെ കൂടി ബോധ്യപ്പെടുത്തിയാകണം. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അധിക ബാധ്യതയാകാനും സാധ്യതകളേറെയാണ്. രജിസ്ട്രേഷൻ. വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള രജിസ്ട്രേഷൻ പ്രക്രിയകളാണ് അവലംബിക്കേണ്ടത്. എല്ലാം കൂടി സംസാരിക്കാൻ നിന്ന നേരം വെളുക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ളവ മാത്രം സംസാരിക്കാം. ഫസ്റ്റ് വൺ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ എല്ലാം ഒറ്റയ്ക്കുള്ള കലാപരിപാടികളാണ്. അതായത് റിസ്ക് മുഴുവനായും ശിരസാ വഹിക്കുന്നത് ഒരാൾ മാത്രമായിരിക്കും. കച്ചവടം ലാഭത്തിലായാൽ ലാഭവിഹിതം മുഴുവനായും അള്ളിക്കൊണ്ടുപോകാം. അതേസമയം നഷ്ടത്തിലാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് മുങ്ങേണ്ടി വരും. ചെറുകിട കച്ചവടക്കാർ ഒറ്റ കടമുറിയിലേക്ക് ഒതുങ്ങിക്കൂടുന്നവർ അവർ തങ്ങളുടെ കടമുറിയെ പ്രൊപ്രൈറ്റർഷിപ്പായാണ് രജിസ്റ്റർ ചെയ്യാറുള്ളത്. ഇതിന്റെ പ്രധാന നേട്ടം എന്തെന്നാൽ ഗവൺമെന്റ് റെഗുലേഷൻസ്, വ്യാപാരം തുടങ്ങുന്നതിനായുള്ള റെഗുലേഷൻസ് താരതമ്യേന തുലോം കുറവാണ്. സിറ്റിയിലാണ് നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നതെങ്കിൽ കോർപ്പറേഷൻ, നഗരത്തിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്തിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് ബിസിനസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഉദ്ദേശം 1000 രൂപ അടുപ്പിച്ചാണ് ഒരു കടമുറി കൊമേഴ്സ്യൽ സ്പേസായി രജിസ്റ്റർ ചെയ്യാനായി വേണ്ടി വരിക. കൃത്യമായ രീതിയിൽ നടപടികൾ നടക്കുകയാണെങ്കിൽ 1-2 ദിവസം കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർണ്ണമാകും. ഈ പറഞ്ഞ പ്രൊപ്രൈറ്റർഷിപ്പ് ഉപയോഗപ്രദമാവുക ചെറുകിട കച്ചവടക്കാർക്കാണ്. സെക്കൻഡ് വൺ പേഴ്സൺ കമ്പനി. കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് സംരംഭങ്ങളാണെങ്കിൽ ലാഭനഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ബാധ്യതയും കോടികളുടെ വ്യാപ്തിയുള്ളവയായിരിക്കും. അവിടെ ഒറ്റയ്ക്കൊരാൾ പ്രൊപ്രൈറ്റർഷിപ്പ് മോഡലിൽ ബിസിനസ് ചെയ്യാൻ വന്നാൽ ഉണ്ടായേക്കാവുന്ന റിസ്ക് ഭീകരമാണ്. അങ്ങനെയുള്ളപ്പോൾ കമ്പനിയുടെ ലാഭവും നഷ്ടവും വ്യക്തിയുടെ ലാഭനഷ്ടങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതിന് വേണ്ടി
2 സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് അഥവാ നിയമപ്രകാരം തന്നെ വെവ്വേറെ അസ്തിത്വം കൊടുത്ത് നിലനിർത്തേണ്ടി വരും. ഒറ്റ ഒരാളാണ് കമ്പനി റൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 1 പേഴ്സൺ കമ്പനിയായാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. കമ്പനി നഷ്ടത്തിലായാലും കമ്പനി ഓണറായ വ്യക്തിയെ വന്ന നഷ്ടത്തിൻ്റെ പേരും പറഞ്ഞ് കേസ് കൊടുത്ത് പൂട്ടാൻ പറ്റത്തില്ല. അതായത് അയാളുടെ സ്വകാര്യ സ്വത്തുക്കൾ, വീട്, കാറ് എന്നിവ പിടിച്ചെടുക്കാൻ കഴിയില്ല. തേർഡ് വൺ, പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ പ്രൈവറ്റ് ലിമിറ്റഡിൽ 2 ഡയറക്ടർമാരും 2 ഷെയർ ഹോൾഡർമാരും മിനിമം ഉണ്ടായിരിക്കണം. മാക്സിമം 200 ഷെയർ ഹോൾഡർമാർ വരെ ഉണ്ടാകാം. അതിൽ കൂടുതലുണ്ടെന്നാണെങ്കിൽ കമ്പനി പബ്ലിക് ലിമിറ്റഡ് എന്ന വിഭാഗത്തിലേക്ക് പോകും. ഒരു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കിയാൽ പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി അഥവാ പരിമിതമായ ബാധ്യതകളാണ് അതുമായി ചേർന്ന് വരുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കുക. കമ്പനി ഡയറക്ടർമാരെ താണ്ടി ഷെയർ ഹോൾഡേഴ്സിലേക്ക് കടന്നു ചെന്നാൽ അവർക്ക് അതിലും പരിമിതമായ ഉത്തരവാദിത്തങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് കസ്റ്റമേഴ്സിനും ബാങ്ക് മുതലായ ധനകാര്യ സ്ഥാപനങ്ങൾക്കും അത്തരം കമ്പനികളോട് ഒരു ക്രെഡിബിലിറ്റി തോന്നുന്നത്. ഇവ പലപ്പോഴും ഫണ്ട് സമാഹരണത്തിനും ലോൺ എടുക്കുന്നതിനും മറ്റും സഹായകരമാകും. പക്ഷേ ഇത്തരം കമ്പനികളിൽ ഗവൺമെൻറ് റെഗുലേഷൻസ് വളരെ അധികമായിരിക്കും. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്നീ പ്രൊഫഷണൽസിന് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ കുറച്ചു കാലത്തേക്കായി ഒരു ബിസിനസ് ആരംഭിക്കാം. കുറച്ചു കാലത്തേക്ക് പർപ്പസ് ഓറിയൻറ്റഡായി മാത്രം ഇത്തരം സംരംഭങ്ങൾ ഉപയോഗപ്പെടുത്താം. ഒരു കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി മാത്രം നിശ്ചിത കാലത്തേക്ക് ഒരു കമ്പനി രൂപീകരിക്കാം. കിട്ടിയ കെട്ടിടം പൊളിച്ചു കളയാൻ വേണ്ടി മറ്റൊരു കമ്പനി രൂപീകരിക്കാം. ഇനി അതുമല്ലേ ദീപാവലി സീസണിൽ മാത്രം ഒരു പടക്ക കമ്പനി തട്ടിക്കൂട്ടി സീസൺ അവസാനിക്കുമ്പോൾ നിർത്താം. ഏത്? ഈ പടക്ക കമ്പനി കഥ ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. സത്യം പറഞ്ഞ പടക്ക വ്യാപാരവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വ്യവസ്ഥകളും കുറച്ചുകൂടി സങ്കീർണമാണ്. എക്സ്പ്ലോസീവ്സ് ആക്ടിന് കീഴിൽ വരുന്ന പ്രൊവിഷൻസ് ഓഫ് ദി എക്സ്പ്ലോസീവ്സ് റൂൾസ് 2008 ധാരാളം നിബന്ധനകൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ രജിസ്ട്രേഷൻ പ്രക്രിയകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോ ബിസിനസ്സിൻ്റെ സ്വഭാവവും അനുസരിച്ച് ഇനിയും മാറ്റങ്ങൾ വരുമെന്ന് വ്യക്തം. ഏതൊരു വ്യവസായ സംരംഭവും ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് കൃത്യമായ പഠനങ്ങൾ ഉണ്ടായിരിക്കണം. മറ്റൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയം ടാക്സേഷൻ രീതികളാണ്. അതിനെപ്പറ്റി അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്വന്തമായി ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുവാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും